നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇടതു കേന്ദ്രങ്ങളിലെ ബി.ജെ.പി. മുന്നേറ്റം തുറന്ന് സമ്മതിച്ച് എം.വി. ജയരാജൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു കേന്ദ്രങ്ങളിൽ ബി.ജെ.പിക്ക് വോട്ട് വർദ്ധിച്ചത് തുറന്ന് സമ്മതിക്കുകയായിരുന്നു എൽ.ഡി.എഫ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയും സി.പി.എം. ജില്ലാ സെക്രട്ടറിയുമായ എം.വി. ജയരാജൻ. ബി.ജെ.പി. വോട്ട് വർധന പ്രത്യേക പ്രതിഭാസമാണെന്നും ഇത് പരിശോധിക്കുമെന്നുമാണ് ജയരാജൻ പറഞ്ഞത്. ഇടതു കേന്ദ്രങ്ങളിൽ ബി.ജെ.പി. വോട്ട് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. പാർട്ടിക്കുണ്ടായ തിരിച്ചടിയെക്കുറിച്ച് പഠിച്ച് തിരുത്തേണ്ടവ തിരുത്തിയും പഠിക്കേണ്ടവ പഠിച്ചും നീങ്ങുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. മുന്നണിയെക്കുറിച്ചോ സർക്കാരിനെക്കുറിച്ചോ ഉണ്ടായ ധാരണകൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കാൻ മാർഗങ്ങൾ തേടുമെന്നും എം.വി. ജയരാജൻ കൂട്ടിച്ചേർത്തു. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൻ.ഡി.എ മികച്ച മുന്നേറ്റം നടത്തി. 2019 സി.കെ. പത്മനാഭന് 68,509 വോട്ടായിരുന്നു ലഭിച്ചതെങ്കിൽ ഇത്തവണ സി. രഘുനാഥ് നേടിയത് 1,19,876 വോട്ടാണ്. ഇരട്ടിയിലധികം വോട്ട് കൂടുതൽ. എൽ.ഡി.എഫിന് വോട്ട് കുറയുകയും ചെയ്തു. 2019 പി.കെ. ശ്രീമതി 4,35,182 വോട്ട് നേടിയിരുന്നുവെങ്കിൽ ഇത്തവണ എം.വി. ജയരാജന് 4,09,542 വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. 25,640 കുറവ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്തുൾപ്പെടെ എൻ.ഡി.എ മികച്ച മുന്നേറ്റം നടത്തി. പിണറായിയുടെ വീടിന് സമീപത്തുള്ള ആ വാർഡുകളിലെ നിയമസഭയിലേക്ക് മത്സരിച്ച സമയത്ത് ആ വാർഡുകളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ 3 ബൂത്തുകളിൽ നിന്ന് 2,673 വോട്ട് ലഭിച്ചു. എം.വി. ജയരാജന് കിട്ടിയത് 2,114 വോട്ട്. രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച പാറപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശമാണ് ഈ പിണറായി. ഈ 3 ബൂത്തുകളിൽ നിന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥിക്ക് 166 വോട്ടാണ് ലഭിച്ചത്. എൻ.ഡി.എ സ്ഥാനാർത്ഥിയുടെ ബോർഡുകൾ വയ്ക്കാനോ ലഘുലേഖകൾ വിതരണം ചെയ്യാനോ പോലും അനുവദിക്കാത്ത പ്രദേശമാണ് പിണറായി. സി.പി.എം. ഇതര സംഘടനകളെ ബൂത്തിലിരിക്കാൻ പോലും സമ്മതിക്കില്ല. പ്രചരണം ഉൾപ്പെടെ സകലതും വിലക്കിയിട്ടും ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ വോട്ട് ചർച്ച സി.പി.എമ്മിനെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്.